ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞൊരു യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താണെന്നൊന്നുകൂടെ ശരിക്കും ഡിജിറ്റൽ അതൊരു അതിനുശേഷം കുറേ ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പഴയ തലമുറയിലുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം. ഞാനും ആ ടേം ആദ്യമായിട്ട് കേൾക്കുന്നത് തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഭരിക്കുമ്പോഴാണ് തോന്നുന്നു അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ഭരിക്കുന്ന സമയത്താണ് ചീഫ് മിനിസ്റ്റർ ആയിട്ട് റിച്ചാർഡ് സ്റ്റാൾമാൻ വരുന്നത്. അതിന് മുമ്പും വന്നിട്ടുണ്ട്, ശേഷം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് വന്നിട്ടുണ്ട്. ഇദ്ദേഹം ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ വലിയൊരു ആളാണ്. അപ്പൊ പുള്ളി പറഞ്ഞതാണ് ഞാൻ ആ വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത്, ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞു. ഈ ലോകത്ത് റിച്ചാർഡ് സ്റ്റാൾമാൻ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ വലിയ ഒരാളാണ്. അപ്പോൾ പുള്ളിയാണ് ഈ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഒരു പ്രസംഗത്തിനാണ് ഞാൻ ആ വാക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത്. പിന്നെ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഇത് നേരത്തെ മുതലേ ഉള്ള കൺസെപ്റ്റാണ്. എനിക്ക് തോന്നുന്നൊരു 1960s അതിന് മുമ്പേ ഉള്ളൊരു കൺസെപ്റ്റാണിത്. ഒരു കൂട്ടം ആളുകൾക്ക് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ അറിയാം, മറ്റൊരു കൂട്ടം ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ അറിയില്ല. അപ്പോൾ ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾ ഈ ലോകത്തിനെ ഭരിക്കാനായിട്ട് തുടങ്ങി, അല്ലാത്തവരെന്നും അടിമകളായിട്ട് വെക്കും. ഈ പോൾ മക്കാർത്തിനിയുടെ ഓൺലൈൻ ഗ്രാവിറ്റി എന്ന പുസ്തകത്തിൽ പുള്ളി പറയുന്നുണ്ട്, അതായത് ഈ ഓൺലൈൻ ജയൻസ് ഗൂഗിള്, ആമസോൺ, ഫേസ്ബുക്ക്, ഇവരൊക്കെ വലിയ ജയൻസ് ആണ്. അപ്പോൾ അവരൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ലോകം തന്നെയാണിത്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു സാധാരണക്കാരന് മുന്നിൽ വാതിലുകളുണ്ട്, പക്ഷേ അയാൾ ടെക്നോളജി നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അയാൾ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ അതാണ് ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്.